ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ മുൻപ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ 10 പേരെ കണ്ടുള്ളെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ട് ആ മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് 10 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് 3000-ൽ പരം ആളുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞാൻ സുജ. സത്യത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനന്തസാഗരമാണ്. ഞാൻ അതിൻ്റെ ഒരു അല്പം ഒരു ചെറിയ ജ്ഞാനം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ മെഡിറ്റേഷൻ ആധികാരികമായി പഠിച്ച് ഒരുപാട് ജ്ഞാനമൊന്നും കിട്ടിയ ആളല്ല ഞാൻ. എന്നും പറയും പോലെ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. സത്യത്തിൽ യോഗ മെഡിറ്റേഷനൊക്കെ ഗുരുക്കന്മാർ വന്ന് പഠിപ്പിക്കുമ്പോഴേ അവർ നന്ദി പറയണം. കഴിക്കുന്ന ആഹാരത്തിന് നന്ദി പറയണം, കുടിക്കുന്ന വെള്ളത്തിന് നന്ദി പറയണം, പ്രാണവായുവിന് നന്ദി പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പം ഞാനൊരു പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. കാരണം നന്ദി പറഞ്ഞാൽ എന്തോ കിട്ടാന്, അല്ലെ മെഡിറ്റേഷൻ ചെയ്താൽ എന്ത് കിട്ടാന്, അതൊന്നും ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കയറാൻ എന്താണ് മാർഗം, അങ്ങനെ ചിന്തിച്ചാണ് ഈ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയത്. ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാവരിലും ഒന്ന് പങ്കുവെക്കുക. കിട്ടുന്നവർക്കൊക്കെ ആ അനുഗ്രഹം കിട്ടിക്കോട്ടെ, ഞാൻ തന്നെ അനുഭവിച്ചാൽ പോരല്ലോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് കണ്ട് ഒരുപാട് പേരിനെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാനിടാം. നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്ത് ഒരുപാട് തലങ്ങളിലൊന്നും എത്തിച്ചേരാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഞാനൊരു ഗൃഹസ്ഥയാണ്. എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്, ശരിയല്ലേ? സാധാരണ വീട്ടമ്മമാർക്ക് നമ്മുടെ സ്വാമിനിമാർ അല്ലെ നമ്മുടെ സ്വാമിമാരൊക്കെ അങ്ങനെ കണ്ടുവരുന്ന സ്വാമിമാരൊക്കെ ഉപയോഗിച്ച് അങ്ങനെ കണ്ടുവരുന്ന ആ ഒരു രീതിയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എത്രയും സന്തോഷം കണ്ടെത്താം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉയരങ്ങളിലെത്താം എന്നൊക്കെയുള്ള ചിന്തയിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തി നമ്മുടെ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്തണം. അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള അല്ല ഒരുപാട് തലങ്ങളിലൊന്നും എത്തിച്ചേരാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ കഴിയുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ജ്ഞാനം കിട്ടി അങ്ങനെ വന്നയാളല്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വിദ്യാഭ്യാസവുമില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റിംഗ് അങ്ങനെ കുറേയൊക്കെ പഠിച്ചു. പക്ഷെങ്കിൽ ജോലിയൊന്നുമില്ലാതെ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ജ്ഞാനമൊക്കെ ഉള്ളല്ലോ. എന്തിനാ, പിന്നെ അറിവുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ അനന്തസാഗരത്തിൽ നീരാടി ഒരുപാട് പേരുണ്ട്. അവരെ തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമായിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു അല്പജ്ഞാനം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗുണങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത്. പിന്നെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. മത്സ്യ മാംസം കഴിക്കാൻ പറ്റുമോന്ന്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് കഴിക്കാതെ ചെയ്താൽ അതല്ലേ നല്ലത്, ഈശ്വരനോടടുക്കാൻ നമുക്ക് അതല്ലേ നല്ലതെന്നൊരു ചിന്ത വരും. പക്ഷേ കഴിക്കുന്നവർക്ക് കഴിക്കാൻ, കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ തറയിലിരുന്ന് പായിലോ മാറ്റിലോ ഒന്നും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുമ്പം
ഏകാഗ്രത കിട്ടണം. അതാണ് മെയിൻ കാര്യം. എവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും മനസ്സ് മറ്റെങ്ങും കടന്നു പോകാതെ ആ മെഡിറ്റേഷനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക, ചിന്തകളെ അകറ്റി നിർത്തുക. പിന്നെ മറ്റേ കാര്യം, പീരീഡ്സ് ആകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പം മെഡിറ്റേഷൻ രാവിലെ മാത്രം ചെയ്യാവുന്നില്ല, പക്ഷേ വെളുപ്പിനെ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടാൻ നമുക്ക് പറ്റുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാകുമ്പം പ്രപഞ്ചം നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്താണ് നല്ലത്. പിന്നെന്താണ് ഇതിൻ്റെ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ? അത് ഓരോ വീഡിയോയിൽ കൂടി ഞാൻ പറയാം. സത്യത്തിൽ നമ്മൾ മെഡിറ്റേഷൻ, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് ഇത് പറയുന്നത് വഴി ഈശ്വരനുമായിട്ട് നമുക്ക് നല്ല ഒരു വിശ്വാസം ഉണ്ടാകും. ഈശ്വരനിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. അത് നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നെന്ന് പറഞ്ഞാലും ഈശ്വരൻ അത് നമുക്ക് സാധിച്ചു തരും എന്നൊരു ഉറപ്പ് കിട്ടുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ വർഷം, അതായത് 2026 ഫെബ്രുവരി 25 എൻ്റെ ഭർത്താവിൻ്റെ ഒരു മൊബൈൽ ഫോണ് ഓട്ടോയിൽ വെച്ചു. ഓട്ടോ ഓടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഓട്ടോയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് സീറ്റിൻ്റെ പുറത്ത് വെച്ചു. മൊബൈൽ വെച്ചിട്ട് ഓർത്തില്ല, ഓട്ടോ വിട്ടു പോന്നു. കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ നോക്കുമ്പോൾ കയ്യിലില്ല. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു മൊബൈൽ പോയി. എന്നിട്ട് നോക്കാവുന്നിടത്തെല്ലാം നോക്കി, പോയ വഴിക്കെല്ലാം നോക്കി, റോഡിലും എല്ലാം നോക്കി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളിനെ എപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമായിട്ട് എൻ്റെ ഫോണ് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു, തിരിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന എൻ്റെ ഭർത്താവിൻ്റെ പേര്, ഞാൻ പറഞ്ഞു, ഉണ്ണേട്ടാ ആ ഫോൺ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, ഒരു സംശയവും വേണ്ട, ആ ഫോൺ കിട്ടും. അപ്പോൾ എനിക്കല്ലേ വിശ്വാസമുള്ളൂ, മറ്റുള്ളവർക്കാർക്കും വിശ്വാസമില്ലല്ലോ. ഞാനല്ലേ മെഡിറ്റേഷൻ ചെയ്യുന്നതും എനിക്കല്ലേ അതിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയത്. അപ്പോൾ അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലൊക്കേഷൻ കൊടുത്തു. അങ്ങനെ അച്ഛനും മോനും കൂടെ പോയി ആ ലൊക്കേഷൻ കൊടുത്ത ഭാഗം മൊത്തം പരിശോധിച്ചു. ഫോൺ കിട്ടിയില്ല. പിറ്റേ ദിവസം ഫോൺ ഇല്ലാഞ്ഞതിനാൽ വേറൊരു ഫോൺ പോയി വാങ്ങിച്ചു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ ഫോൺ തിരിച്ചു കിട്ടും. എനിക്ക് ഭയങ്കര വിശ്വാസം, എൻ്റെ ഈശ്വരനിൽ എനിക്ക് ഭയങ്കര വിശ്വാസം, അത് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുക. അതിൻ്റെ പിറ്റേ ദിവസം ഫോൺ വാങ്ങിച്ചു വേറെ. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് പരിചയമുള്ള ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതാണ്ട് ഉണ്ണിയുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അവിടെ 2 ദിവസം മുഴുവൻ ആ പ്രദേശം മൊത്തം അരിച്ചു പറക്കി നോക്കിയിട്ട് ആ ഫോൺ കിട്ടിയില്ല. ചെന്ന് ആ ഫോൺ വാങ്ങിച്ചതിനൊരു പോറൽ പോലും ഏറ്റില്ല. സത്യത്തിൽ അതെന്തുകൊണ്ടാണ്? നമുക്കൊരു വിശ്വാസം, ഈശ്വരനിലൊരു അടിയുറച്ചൊരു വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയാണ് വന്നത്? ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്തു, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. എന്നിൽ ഉണ്ടായ ഒരു വിശ്വാസമാണ് ഈശ്വരനോടുള്ളത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ നാരായണീയം പഠിപ്പിക്കുന്നു. ആദ്യം ഒരു ബാച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. 2ാമത്തെ ബാച്ചാണ് ഞങ്ങൾ. പഠിപ്പിക്കാൻ തുടങ്ങി 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴെവിടെയോ നാരായണീയം ചൊല്ലാൻ ഞങ്ങളെ വിളിച്ചു. അപ്പം ഞാനിത് ചൊല്ലിയിട്ടില്ല. നാരായണീയം എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, ഭയങ്കര പാടാണ്, ഭയങ്കര സംസ്കൃതമാണ്, ഭയങ്കര പാടാണ്. പക്ഷേ പഴയ പഠിച്ച ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാം പ്രായമുള്ളവരൊക്കെയാണ്. 35, 40, 50, 60 അതിന് മുകളിലോട്ടുള്ളവരും ഉണ്ട്. അവരുടെ കൂടെ ഞാനും പോയി നാരായണീയം ചൊല്ലാനിരുന്നു.
സത്യം പറഞ്ഞാൽ ഓരോ ദശകം ചൊല്ലുമ്പോഴും നേരത്തെ പഠിച്ച അവരുടെ കൂടെ ഇരുന്ന് എനിക്കത് തെറ്റുകൂടാതെ അവർ ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ കഴിയുന്നു. അപ്പോൾ ഓരോ ദശകം കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഭഗവാനോട് നന്ദി പറയും. ഭഗവാനേ, എനിക്കിത് ചൊല്ലാൻ കഴിഞ്ഞല്ലോ. മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയാം. ഭഗവാനേ, എനിക്കിത് ചൊല്ലാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ ഓരോ ദശകം ചൊല്ലും തോറും ഞാൻ നന്ദി പറയവേ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. അങ്ങനെ 100 ദശകം വരെയും ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലി, എല്ലാവരുടെയും കൂടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്നവരൊക്കെ എന്നോട് ചോദിക്കും, സുജ നേരത്തെ നാരായണീയം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, പഠിച്ചിട്ടില്ല, നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ചതേ ഉള്ളൂ. പിന്നെ സുജ നല്ലോണം ചൊല്ലുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഓരോ ദശകം ചൊല്ലുമ്പോഴും ഞാൻ ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഞാൻ നന്ദി പറയുന്നത്. ഭഗവാനേ, എനിക്കിത് ചൊല്ലാൻ കഴിഞ്ഞല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുക. വീണ്ടും അടുത്ത ചൊല്ലും, വീണ്ടും ഇങ്ങനെ നന്ദി പറഞ്ഞു ചൊല്ലും. അതാണ് ഞാൻ പറഞ്ഞത്, നന്ദി പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതെന്നല്ല, ഒരുപാടുണ്ട്. അപ്പോൾ എനിക്കിത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം. പക്ഷേ നമ്മളെ നേരത്തെ സഹകരിച്ചു കൊണ്ടിരുന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അവളിപ്പം പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നുള്ള ആ ഒരു മനോഭാവമാണ്, അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കിത് ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് എല്ലാവരോടും ഒന്ന് പറയണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എനിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ മെഡിറ്റേഷൻ എന്ന വീഡിയോ ഇട്ടിട്ട് ഓരോ ഗുണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അല്ലാതെ മറ്റുള്ള മെഡിറ്റേഷൻ ഉള്ള ഒരുപാട് ജ്ഞാനമുള്ളവരുണ്ട്, അവരുടെ ഒപ്പം ഒന്നുമല്ല ഞാൻ, ഒന്നുമല്ല. എനിക്ക് ഒരു അല്പജ്ഞാനം ഇവിടെ മുമ്പേ പറഞ്ഞല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് അധികം പേരൊന്നും വിമർശിക്കരുത്. എന്നെപ്പോലെ വീട്ടിൽ നിസ്സഹായരായിട്ട് നിൽക്കുന്ന വീട്ടമ്മമാർ, ഒരുപാട് പ്രതിസന്ധി വന്ന് തളർന്ന് നിൽക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു പ്രചോദനമാകും എൻ്റെ വീഡിയോ എന്ന് എനിക്കറിയാം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. നന്ദി പറഞ്ഞാൽ പണം കിട്ടുമോ എന്ന് അത് ഞാൻ വേറൊരു വീഡിയോയിലിടാം. അപ്പം ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.